വേഗം തന്നെ ആ വേദന ഞാൻ അവളെ അറിയിച്ചു കൊടുക്കാം. അച്ഛൻ മരിച്ച് ഇത്രയും വർഷമായിട്ട് ഞാൻ ജീവിച്ചത് നിനക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ വിവാഹം നടന്നാൽ ഞാൻ ഇവിടെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യും. മോളെ വേണ്ടമ്മേ, ഞാൻ എന്റെ അമ്മയുടെ കൂടെ വന്നോളാം. സരോജം, നീ എന്താണ് ഈ പറയുന്നത്? വേണ്ട ഭാസ്കരൻ പിള്ളേ, ഞാൻ പോകുന്നു. സരോജം, നീ പോയ പിന്നെ എനിക്കാറുണ്ട്. എനിക്ക് എന്റെ അമ്മേനെ വിഷമിപ്പിക്കാൻ പറ്റില്ല ഭാസ്കരൻ പിള്ളേ. എന്താണ് ഈ സരോജം പറയുന്നത്? എനിക്കോടും മനസ്സിലാകുന്നില്ല. എന്താണ് ഇനി അവൾ ഏതാണെന്ന് നിന്നെ പറ്റിച്ചു. ഇപ്പൊ ഇനി അവൾ പറയാൻ പോകുന്ന ഡയലോഗ് എന്താണെന്ന് നാം പറയാം. എന്താണത്? ഭാസ്കരൻ പിള്ള എന്നോട് ക്ഷമിക്കണം. ഭാസ്കരൻ പിള്ളക്ക് എന്നെക്കാളും നല്ല പെണ്ണിനെ കിട്ടും. ഭാസ്കരൻ പിള്ള എന്നെ മറന്നേക്കൂ. ഇതാണ് അവൾ പറയാൻ പോകുന്നത്. ഇത് സാറിന് എങ്ങനെ മനസ്സിലായി? സരോജം, ബ്ലാക്ക് കാലം മുതലേ ഞങ്ങൾ പറയുന്ന ഡയലോഗാണ് ഇത്. ഇനി തേക്കാൻ പോകുന്ന പെണ്ണുങ്ങൾ 2022 ഈ ഡയലോഗ് തന്നെയായിരിക്കും പറയുന്നത്. സരോജം, ഭാസ്കരൻ പിള്ളേ, സരോജം, എന്റെ സരോജം. കരയരുത് ഭാസ്കരൻ പിള്ളേ, കരയരുത്. ഇല്ലടാ, എനിക്കിനി ഒരു ജീവിതമില്ല. ഇനിയുള്ള കാലം ഞാൻ നീറി 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 മരിക്കും. പത്മജം, എന്താ കോളേജിൽ വരാൻ വൈകിയത്? സോറി സാർ, എനിക്ക് ബസ് കിട്ടാൻ താമസിച്ചു. ഇനി ഇത് ആവർത്തിച്ചാൽ നിന്നെ കോളേജിൽ നിന്നും പറഞ്ഞു വിടും. പത്മജത്തെ കോളേജിൽ നിന്ന് പറഞ്ഞു വിടണ്ട സാർ. എന്ത്? നാളെ മുതൽ പത്മജൻ കോളേജിൽ നേരത്തെ എത്തും. അതെങ്ങനെ നിനക്കറിയാം? നാളെ മുതൽ പത്മജ കോളേജിലേക്ക് വരുന്നത് എന്റെ സൈക്കിളിന്റെ പിറകിലിരുന്നാണ്. ഓഹോ, ഇതിനിടയ്ക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചു.